ഈശോയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട് ഈ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയ്ക്കും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് സുജാത. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ വിഷ്ണുമായ. ഞങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് 2023 ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. സ്മാർട്ടിൽ എൻ്റെ ഇടുപ്പിൻ്റെ എല്ല് ഫ്രാക്ചറായതിനെ തുടർന്ന് എനിക്ക് ആ ഒരു ബട്ടക്സിൻ്റെ അവിടെ ആയതുകൊണ്ട് അവിടെ സർജറി ചെയ്യാൻ പറ്റില്ല. ബെൽറ്റ് ടൈറ്റായിട്ട് നടക്കാൻ പറഞ്ഞു. 5 മാസം റെസ്റ്റ് എടുത്തു. പക്ഷെ എന്നിട്ട് എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കൃപാസന മാതാവിൻ്റെ യൂട്യൂബ് കണ്ടു. സാക്ഷ്യത്തിലൂടെ ആൾക്കൊരു തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലും ഉപ്പും എല്ലാം ഉപയോഗിച്ച് സമാധാനം കിട്ടുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി എനിക്കും ഇത് മാതാവിൻ്റെ അവിടെ വന്നാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ ആരാധന, സാക്ഷ്യങ്ങൾ അതെല്ലാം കണ്ടു. അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ അസ്ഥി അകന്നു നിൽക്കുന്നവർക്ക് വേണ്ടിയും അസ്ഥി രോഗികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അവിടെ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് നല്ലതൊരു വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു. എന്നാലും ഒരു ഓട്ടോൻ്റെ സ്റ്റെപ്പോ ബസ്സിൻ്റെ സ്റ്റെപ്പോ ഒന്നും എനിക്ക് കയറാൻ പറ്റില്ല. ഈ മസിലിൽ പോയി സൂചി കുത്തുന്ന വേദനയായിരുന്നു. വീട്ടിൽ മരുന്ന് കഴിക്കുമ്പോൾ ചെറിയ സമാധാനം കിട്ടും, പിന്നെ കിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉടമ്പടി എടുത്താൽ ഉടനടി പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഇവിടെ സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് സ്റ്റെപ്പുകൾ ഇത്രയും മുകളിൽ കയറിപ്പോകുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ബസ്സിൻ്റെ ഓട്ടോയിൽ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ഞാൻ ഇത്രയും സ്റ്റെപ്പ് കയറി മുകളിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങി. മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മരുന്ന് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. മാതാവിൻ്റെ തൈലുപ്പും മാത്രമാണ് എനിക്കിത്രയും സഹിക്കുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെ യേശുവിക്ക് 1000 നന്ദി പറയുന്നു. അടുത്തായിട്ട് എൻ്റെ മകന് ഒരു കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് പഠിക്കാൻ ഒരു ഇത് കിട്ടി. അവന് കമ്പ്യൂട്ടർ കിട്ടാൻ ഒരു ചാൻസ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു. പക്ഷേ ആ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് വയ്ക്കാത്ത കാരണം അത് റിജക്റ്റായി പോയി. അവസാനം ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പിട്ട് പോയി പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞതും അവർ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു, കമ്പ്യൂട്ടർ റെഡി ആയിട്ടുണ്ട്, വന്നോളൂ പറഞ്ഞു. ആ മൗസിൻ്റെ കളർ തന്നെ മാതാവിൻ്റെ പച്ചത്തിരിൻ്റെയും വെള്ള ക്രീമിൻ്റെ ആയിരുന്നു. മാതാവ് തന്ന അത്രയും അത്ഭുതത്തിന് 1000 നന്ദി പറയുന്നു. അതേപോലെ ഞങ്ങൾ വീട് കയറ്റിയിട്ട് 18 വർഷമായിട്ടും വീട്ടിൻ്റെ പണി പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞങ്ങളത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട് പണി പൂർത്തിയാക്കി തരണം മാതാവേ എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി പുതുക്കി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഓപ്പോസിറ്റ് റോഡിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകിടുന്ന സമയത്ത് വാഷ് ബേസിന് മേലെ അന്നത്തെ ആ മാസത്തെ പത്രങ്ങൾ ഒരു കെട്ട് വാഷ് ബേസിന് മേലെ വെച്ചിരിക്കുമായിരുന്നു, കവറിന്ന് മാറ്റിയിട്ട്. അപ്പം ഞങ്ങളത് എടുത്തിട്ട് വാഷ് ബേസിന് മേലെ മാതാവിൻ്റെ പത്രം ഇരിക്കണമല്ലോ പറഞ്ഞ് അതെടുത്ത് വീട്ടിലവിടെ എല്ലാവരുടെയും കൊടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കിട്ടിയ പത്രത്തിൻ്റെ കൂടെ അതും വെച്ചു. എറണാകുളമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു വിളി വന്നു, വീട്ടിലെവിടേക്ക് ടൈൽസ് വണ്ടി വരുന്നുണ്ട് റെഡിയാണോന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത്രയും പെട്ടെന്ന് വീട് പണിയൊക്കെ പൂർത്തിയായി. മാതാവിൻ്റെ കൃപ കൊണ്ട് അതൊക്കെ നടന്നു കിട്ടി. പിന്നെ അടുത്തൊരു സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ മോൾക്ക് +2 ഇപ്പോൾ കഴിഞ്ഞ് അവൾക്ക് നീറ്റ് എക്സാം എഴുതണമെന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നീറ്റിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാനോ ക്രാഷ് കോഴ്സ് പഠിക്കാനോ ഉള്ള പൈസ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, ഇവിടെ ആലപ്പുഴയിലൊരു സെൻറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ആലപ്പുഴ സെൻറ്ററിൽ അവിടെ പോയി പരീക്ഷ എഴുതാൻ പോയത്. മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ ഉപയോഗിച്ച് എഴുതി. മോൾ ക്വാളിഫൈഡായി. മോൾക്ക് BSc ഓപ്റ്റോമെട്രിയും BSc നഴ്സിങ്ങിനൊക്കെ ആയിരുന്നു കൊടുത്തത്. പക്ഷെ അതിലൊന്നും ഒരു അലോട്ട്മെൻറ്റ് വന്നില്ല. പക്ഷേ അവസാന നിമിഷം കോളേജ് ഓപ്ഷൻ എല്ലാം കഴിഞ്ഞു. മാതാവിനോട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി ഏത് ഓപ്ഷനൊന്നുമില്ല കൊടുക്കാൻ, ഒന്നും വരാനുമില്ല. ഇനി എന്ത് ചെയ്യും മാതാവ്, എൻ്റെ മകൾ ഞാൻ എന്ത് പഠിപ്പിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മോള് ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ആയുർവേദ ഡോക്ടറിനുള്ള അലോട്ട്മെൻറ്റ് വന്നു. മാതാവിന് ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് കൊടുക്കും. അവിടുത്തെ പാലിയേറ്റീവ് വാർഡിൽ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ സ്നാക്സ് അങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് രോഗികളെ പോയി കാണും. അവിടുത്തെ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് ഓരോ നേരത്തെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ മാതാവിൻ്റെ യേശുവിൻ്റെയും കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊരു അനുഗ്രഹം തന്ന് ഞാൻ നന്ദി പറയുന്നു.
നട്ടലിൻ്റെ ബെൽറ്റിൻ്റെ സാക്ഷിയാണ് അത് എടുത്തത്. ഞാൻ ബെൽറ്റ് ഉപയോഗിച്ച് കിടക്കുമ്പോൾ പോലും ബെൽറ്റ് അഴിച്ചു വയ്ക്കാതെയാണ് കിടക്കാറ്. അപ്പോൾ ഇവിടെ ചേച്ചിൻ്റെ സാക്ഷ്യത്തിൽ കേട്ടു നട്ടലിൽ ബൾജായിട്ട് ചേച്ചി ബെൽറ്റ് ജവമാല റാലിയിൽ ബെൽറ്റ് ഇല്ലാതെ നടന്നതായിട്ട്. അപ്പോൾ മാതാവേ എനിക്കും ബെൽറ്റ് ഇല്ലാതെ നടക്കാൻ പറ്റണേന്ന് പറഞ്ഞു. അപ്പോൾ 2024 ജവമാല റാലിയിൽ ഞാനും പങ്കെടുത്തു. ഇവിടെ ഒന്ന് ബെൽറ്റ് അഴിച്ചു വെച്ച് മാതാവേ ഞാൻ ബെൽറ്റ് ഇല്ലാതെ നടക്കാൻ പോവാണ്, എന്നെ കാത്തോണേന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അത് അർത്തിങ്കിൽ പള്ളി വരെ ഞാൻ എങ്ങനെ നടന്നു എന്നറിയില്ല. അത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ മോളുടെ കിട്ടിയ ഞാനിപ്പോൾ മോൾക്ക് കൊടുക്കാം. എൻ്റെ പേര് വിഷ്ണുമായ. ആദ്യം തന്നെ അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. നീറ്റ് എക്സാമിന് എനിക്ക് ക്വാളിഫൈ ആയതിന് ഞാൻ അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് അമ്മ മാതാവിനെ രക്ഷിച്ച്. എനിക്ക് മെറിറ്റ് സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഞാൻ ഒരു ക്രാഷ് കോഴ്സിൻ്റെ മുന്നിലും പഠിക്കാതെയാണ് പോയി എക്സാം എഴുതിയത്. അമ്മ ഉടമ്പടി എടുക്കുന്ന സമയത്താണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതിയത്. ഇവിടെ തന്നെ വന്നിട്ടാണ് എഴുതിയത്, ആലപ്പുഴ സെൻറ്ററിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ അതിൽ ക്വാളിഫൈ ആയി. അച്ഛനെ ഇവിടെ വന്ന് അലോട്ട്മെൻറ്റ് ലിസ്റ്റെല്ലാം അച്ഛൻ്റെ കൊടുത്ത് അച്ഛൻ നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 25 ഇവിടുത്തെ ജവമാല റാലി. ഞാനും ജവമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 27 റിസൾട്ട് വരികയും എനിക്ക് BAMSന് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇത് തന്ന അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. ഞാനും അമ്മയും കൂടി ചേർന്നിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറ്. ഹോസ്പിറ്റലെല്ലാം കൊണ്ട് കൃപാസന പ്രവർത്തനങ്ങളെല്ലാം വിതരണം ചെയ്യായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ശേഷം 2 നേരം പ്രാർത്ഥന, അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ആൾക്കാരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, അതെല്ലാം ദൈവത്തിൻ്റെ കൃപ, മാതാവിൻ്റെ യേശോപ്പിൻ്റെ കൃപ കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ മാറ്റണം. എൻ്റെ മക്കളെയും എല്ലാവരും ഉടമ്പടി ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ വളർത്തി തരണമേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഐസയ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വചനമാണ്. ദൈവത്തിൻ്റെ കൃപ, അവിടുത്തെ സമാധാനം, അവിടുത്തെ ഉടമ്പടി ഒരിക്കലും മാറാത്തതാണ്. പർവ്വതങ്ങൾ പോലും മാറാം, പക്ഷെങ്കിൽ അവിടുത്തെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറാത്ത സ്നേഹമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങളാവാം, സാമ്പത്തിക തകർച്ചകളോ, ആരോഗ്യ പ്രശ്നങ്ങളോ, ജോലിയില്ലായ്മയോ, മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, നടക്കാത്ത കാര്യങ്ങളാവാം, ഒരുപക്ഷെ ഭവനമില്ലായ്മയാവാം. ഇവയെല്ലാമാണ് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ധൈര്യം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തു തന്നെ ആയാലും ദൈവസ്നേഹമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ മാറാത്ത സ്നേഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, വിശ്വാസത്തോടെ ആ സ്നേഹത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വർഷിക്കുന്നതായിട്ടാണ് ഓരോ കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങളും പറയുന്നത്. ജീവിതം തകർന്നുവെന്ന് തോന്നിയ നിമിഷങ്ങളിൽ ദൈവകൃപ അവരെ പിടിച്ചു നിർത്തുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. സുജാത എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്, രോഗാവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിയ ഒരു നിമിഷത്തിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും, ഇവിടെ വന്നപ്പോൾ തന്നെ ഈ മകൾക്ക് മുകളിലോട്ടുള്ള സ്റ്റെപ്പ് കയറാൻ പോലുമുള്ള ശക്തിയില്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുക്കാനുള്ള ആ സമയമായപ്പോൾ എങ്ങനെയോ ആ സ്റ്റെപ്പ് കയറാൻ സാധിക്കുകയും പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഒരു നേഴ്സായ തനിക്ക് ജോലി ചെയ്യാനാവാതെ ഇടുപ്പിലെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. പിന്നീട് ജോയിൻ ചെയ്ത്, അത് ബെൽറ്റിട്ട് ജോയിൻ ചെയ്തിരുന്നു, അത് വീണ്ടും ജോയിൻ വിട്ടുപോയി. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സർജറി ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ആ അവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും മാത്രമാണ്
പിന്നീട് ഇവരുടെ മരുന്നായിട്ട് ഉപയോഗിച്ചത്. പ്രാർത്ഥനയും വിശ്വാസത്തോടെയുള്ള ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും മാത്രമാണ് ഈ മകളെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നിർത്തിയിരിക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, പ്രത്യേകിച്ച് അക്രൈസ്തവ മക്കളുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും ഉടമ്പടിയിൽ ജീവിതം വന്നു കഴിയുമ്പോൾ സ്വന്തം മക്കൾ 16 വയസ്സാകുമ്പോൾ തന്നെ അവർ മക്കളെയും വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ്. ഈ മകളും ഇന്ന് ഉടമ്പടിയിലാണ്. +2 കഴിഞ്ഞപ്പം തന്നെ ഈ മകൾ ഉടമ്പടി എടുത്ത് വിശ്വാസത്തോടെ ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മക്കൾ നല്ല വഴി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ആത്മീയമായ ഒരു ജീവിതത്തിലേക്ക്. അതാണ് അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ഫലമാണ്. മക്കൾ നല്ല രീതിയിൽ പോകുമ്പോൾ മക്കളുടെ കയ്യിൽ കാശ് രൂപമുണ്ട്, മക്കളുടെ കയ്യിൽ സ്വന്തം തൈലമുണ്ട്. ഇനി നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു ആത്മധൈര്യം, ആത്മീയ ശക്തിയാണ് ഇവർക്കുള്ളത്. ആ മക്കളുടെ കാര്യത്തിൽ ഇനി ഈ പേരൻസിന് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവർക്ക് പോകേണ്ട വഴികൾ ഈശോയും അമ്മയും കരം പിടിച്ച് അവരെ കാണിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഈ പേരൻസിന്. അതുപോലെയാണ് നമ്മളും നമ്മുടെ മക്കളെയും വിശ്വാസ ജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കും പ്രയാസമില്ലാതെ ഈശോയുടെയും അമ്മയുടെയും കാൽക്കൽ വന്ന് നന്ദി പറയാം. ഈ മകളും സ്വന്തം ജീവിതത്തിൽ ഈശോയുടെയും അമ്മയോടും ചേർന്ന് നിന്നാണ് പേരൻസും കുടുംബം എല്ലാം ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെയും അമ്മയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഉടമ്പടിയിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോഴും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ, താങ്ങി നിർത്താൻ. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. സുജാതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ.